നമസ്കാരം. ശബരിമല സ്വർണ്ണക്കടത്ത് അറസ്റ്റ് തുടരുമ്പോൾ CPM സർക്കാരിനും നേതാക്കൾക്കും മേൽ സമ്മർദ്ദം കനക്കുകയാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടം അയ്യപ്പന്റെ സ്വർണം കെട്ട കേസിൽ ജനവിചാരണ നേരിടുന്നത് എന്തൊരു നാണക്കേടാണ്. എന്നിട്ടും കടക്ക് പുറത്തെന്ന് ആക്രോശിച്ച മുഖ്യന്റെ നാവിറങ്ങി പോയത് എന്തൊരു ഗതികേടാണ്. ചെയ്തു കൂട്ടിയ നെറുകേടിന് ഏത് പമ്പയിലാണ് മുങ്ങിക്കുളിച്ച് പുണ്യം നേടാൻ കഴിയുക? ഏത് പുണ്യനദിയിൽ മുങ്ങിയാലും കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ജനങ്ങളുടെ മനസ്സിലിനി അശുദ്ധി മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് മാപ്പില്ല. ശബരിമല സ്വർണ്ണക്കടത്തിന് പിന്നാലെ അന്വേഷണ ഏജൻസികൾ നടത്തിയ പരിശോധനകൾ, ചോദ്യം ചെയ്യലുകൾ, തുടർച്ചയായ അറസ്റ്റ് വാർത്തകൾ കേരള രാഷ്ട്രീയത്തെ പ്രകമ്പനം സൃഷ്ടിക്കുന്നതിലേക്ക് വളർന്നു കഴിഞ്ഞു. ഒരു സാധാരണ സ്വർണ്ണക്കടത്തു കേസല്ല ഇത്, മറിച്ച് വലിയ സ്വർണ്ണ ചങ്ങലയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന അന്വേഷണ സൂചനകൾ പുറത്തു വരുമ്പോൾ കേസിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ തൂക്കുകയറിന് മുന്നിൽ വിചാരണ നേരിടുകയാണ്. ഉത്തരം മുട്ടുവിറയ്ക്കുകയാണ് സർക്കാരിന്. അന്വേഷണ ഏജൻസികളുടെ രേഖകളും ചോദ്യം ചെയ്യൽ റിപ്പോർട്ടുകളും പുറത്തു വന്നതോടെ ചില സ്വാധീന ശക്തിയുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വ്യക്തികളുടെ പങ്ക് അന്വേഷണ മേഖലയിൽ വന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടും. ചില പ്രതികൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞുവെന്നും താമസവും സംരക്ഷണവും പോലും നൽകിയത് പാർട്ടിയിലെ ശക്തനായ ചില രാഷ്ട്രീയ മേധാവികളിലെ സഹായത്തോടെയാണ് എന്നുമുള്ള സൂചനകൾ പുറത്തു വന്നപ്പോൾ CPM നേതൃത്വത്തോട് ഉയർന്ന ചോദ്യങ്ങൾ കൂടുതൽ ശക്തമായി. കഴിഞ്ഞ ദിവസം ഇതിന്റെ പേരിൽ പത്മകുമാറിന്റെ കയ്യിൽ കൂടി വിലങ്ങ് വീഴുമ്പോൾ ഇടതുപക്ഷത്തിന്റെ രാജസിംഹാസനം കുലുങ്ങി തുടങ്ങി കഴിഞ്ഞു. രാജാക്കന്മാർക്ക് സിംഹാസനത്തിൽ ആസനം ചൂടുപിടിച്ചു തുടങ്ങി. ഓരോ ചോദ്യത്തിനു മുന്നിലും CPM-ൽ നിന്നുള്ള പ്രതികരണം അറിവില്ല, ബന്ധമില്ല എന്നതിൽ ഒതുങ്ങുന്നു. ഇതിലാണ് സംശയങ്ങൾ കൂടുതൽ ദൃഢമാകുന്നത്. ബന്ധമില്ലെങ്കിൽ എന്തിന് ഇത്രയും നിശബ്ദത മുഖ്യ? എന്തിനും കാരിരുമ്പ് പോലെ ഉറച്ച നിലപാടുണ്ടെന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇരട്ടച്ചങ്കന്റെ നാവിറങ്ങിപ്പോയി. പിണറായി വിജയന്റെ നിശബ്ദതയ്ക്ക് പിന്നിൽ എന്താണ് കാരണം? വർഷങ്ങളോളം തനിക്കെതിരെയുണ്ടായ ഓരോ ആരോപണങ്ങൾക്കും കരുത്തോടെ മറുപടി നൽകി വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ അസാധാരണമായി ശാന്തനാകുന്നത് തന്നെ ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്നു എന്നതാണ് വാസ്തവം. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ കേസ് വെറും മാഫിയ പ്രവർത്തനമാണെങ്കിൽ സർക്കാർ ഇടപെടൽ എന്തിന് ഇത്രയും മന്ദഗതിയിൽ മുന്നോട്ട് പോകും? CPM നേതാക്കളുടെ പേരുകൾ മാധ്യമങ്ങളിൽ ഉയർന്നിട്ടും എന്തുകൊണ്ട് ഔദ്യോഗിക പ്രതികരണമില്ല? അറസ്റ്റിലായവരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്? അതോ അവരെ തഴഞ്ഞിട്ട് ഞങ്ങൾ വിശുദ്ധരെന്ന് പറഞ്ഞ് കൈ കഴുകുന്ന പാർട്ടിയുടെ സ്ഥിരം ശൈലിക്ക് വേണ്ടിയാണോ ഈ മൗനം? കുറ്റക്കാരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടെന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പിണറായി സർക്കാരിന്റെ നിശബ്ദതയിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. സർക്കാരിന്റെ മേൽനോട്ടത്തിലല്ലാതെ ഇത്രയും വലിയ നെറ്റ്വർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന പൊതുജനവാദം തെറ്റാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? പാർട്ടിക്കോ സർക്കാരിനോ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ് അകലം പാലിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ CPM. ശബരിമല തീർത്ഥാടനം തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പ് കയ്യെത്തും ദൂരത്തെത്തുകയും ചെയ്തു. ഇതിനിടെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ അറസ്റ്റിലായതോടെ ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്ന പതിവ് പല്ലവിയിൽ ഇനിയും പ്രതിരോധിക്കാനാവില്ല ഭരണപക്ഷത്തിന്. വാസുവിന്റെ അറസ്റ്റോടെയാണ് കവർച്ചയുടെ ബന്ധം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് എത്തുന്നത്. കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും പാർട്ടിയുടെ പ്രാദേശിക നേതാവും മാത്രമാണെന്ന് പറഞ്ഞ് വാസുവിന് രാഷ്ട്രീയ പ്രതിച്ഛായ നൽകാതിരുന്നു. കമ്മീഷണറായിരുന്ന വാസു മുൻ ഉദ്യോഗസ്ഥൻ മാത്രമാണെന്നും വരുത്തി തീർത്തു. ഇതൊക്കെയായിരുന്നു സ്വർണ്ണക്കവർച്ച കേസിൽ CPM-ന്റെ പ്രതിരോധ തന്ത്രം. എന്നാൽ പത്മകുമാറിന്റെ കാര്യത്തിൽ ഈ സമീപനമെടുക്കാൻ ഇനി പാർട്ടിക്കാവില്ല. ഉദ്യോഗസ്ഥർക്കും മുൻ പ്രസിഡന്റുമാർക്കും മാത്രമല്ല മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള മറുപടിയായിരിക്കും ഇനി CPM-ന് നൽകേണ്ടി വരിക. സർക്കാർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി കേസിൽ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം മറ്റൊരു വാളായി തലയ്ക്കുമീതെ നിൽക്കുമ്പോഴാണ് പത്മകുമാറും കുടുങ്ങിയത്. ശബരിമല പോലെ ഏറ്റവും സുരക്ഷയും പരിശോധനയും ഏറ്റവും കർശനമായിരിക്കേണ്ട സ്ഥലത്ത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം കടത്തുകൾ നടന്നതെന്ന ആരോപണം വെറുതെ ഒരു കെട്ടുകഥ പോലെയോ ഒന്നോ രണ്ടോ പേരുടെ തലയിൽ കൊണ്ടിട്ടോ കൈകഴുകാൻ സർക്കാരിന് കഴിയില്ല. അതോടെ രൂപപ്പെട്ട പൊതുജന ചിന്ത സുരക്ഷയും നിയന്ത്രണവും സർക്കാർ സംവിധാനത്തിന്റേതാണ്. അങ്ങനെ എന്നാൽ അധികാര ശക്തികളുടെ സംരക്ഷണം കൂടാതെ സ്വർണ്ണക്കടത്തിന് ഇടമുണ്ടാകുമോ എന്നുള്ളത്. ജനങ്ങൾക്ക് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. കാരണം സർക്കാരിന്റെ പ്രതികരണം ഇല്ല. മുഖ്യന്റെ ഉൾപ്പെടെ നാവിറങ്ങിപ്പോയി പല ചോദ്യങ്ങൾക്കുമുണ്ട്. കേസ്
കേസ് വേഗത്തിലാക്കുന്നതിന് പകരം തടസ്സമാണ് ഉണ്ടാകുന്നതെന്ന് പ്രതിപക്ഷം പറയും. വലിയ പദവിയിലുള്ളവർ പുറത്തു വരാതിരിക്കാനാണ് അന്വേഷണത്തിന് തടസ്സമുണ്ടാകുന്നതെന്ന ആരോപണങ്ങൾ ഇപ്പോഴും ശക്തമാണ്. അന്വേഷണം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മാറ്റുന്ന നടപടികളും കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും തുടർക്കഥയാണ്. ഇതിലും അതിന് ശ്രമിക്കില്ല എന്ന് ആര് കണ്ടു? പിടിപാടും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് നടക്കാത്തത്? പ്രതികൾക്ക് സൗകര്യപ്രദമായ ചോദ്യം ചെയ്യലും വിചാരണയും ലഭിക്കുന്നുവെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ കൃത്യമായ പരസ്യ വിശദീകരണം നൽകാത്തത് CPM-ന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഇനി വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിച്ചു എന്ന മുദ്ര പാർട്ടിക്ക് മേൽ പതിക്കാൻ ഒരു സാധ്യത ചെറുതല്ല. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെയും മാമൂലുകളെയും തല്ലി തകർക്കുന്ന കാഴ്ച ഇത് ആദ്യവുമല്ല. തിരഞ്ഞെടുപ്പപ്പോൾ ഉയർന്നു വന്ന ഈ കേസ് വലിയ പ്രചരണായുധമാകാൻ 100% സാധ്യത നിലനിൽക്കുമ്പോൾ അടുത്ത മുഖ്യന്റെ കസേര ഇനി ഇടതുപക്ഷം കൂട്ടിയാൽ കൂടുന്നതല്ല. കേരളം ഇന്നുവരെ കണ്ട ഏറ്റവും വിവാദപൂർണമായ ഭരണകാലങ്ങളിൽ ഒന്നാണ് ഇപ്പോഴത്തെ സർക്കാർ. അത് നിലയ്ക്കാതെ തുടരുന്ന ഈ സ്വർണ്ണക്കടത്ത് കേസും വിശ്വാസവും ഭരണപരമായ ഉത്തരവാദിത്വക്കുറവും സർക്കാരിനെ തന്നെ വെല്ലുവിളിക്കുന്നു. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു കാര്യമേ ഉള്ളൂ: സ്ഥാനം എന്തുമായിക്കൊള്ളട്ടെ, പാർട്ടി എന്തുമായിക്കൊള്ളട്ടെ, കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം. അതിന് സർക്കാർ തയ്യാറാകുന്നു. അല്ലെങ്കിൽ അന്വേഷണത്തെ നിയന്ത്രിക്കുന്ന പതിവ് ശൈലിയിൽ കേസിനെ മായ്ച്ചു കളയുന്നു. പക്ഷേ മൂക്കിന് തുമ്പിൽ ഇത്രയും വലിയ അഴിമതി നടന്നിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള വാദം ഒരു ഭരണാധികാരിക്ക് ഉചിതമല്ല മുഖ്യ. ഇനി ഉചിതമെന്ന് രാഷ്ട്രീയ ധാർഷ്ട്യത്തിൽ ഊന്നി തോന്നുന്നുവെങ്കിൽ അത് സമ്മതിച്ചു തരാൻ പൊതുജനത്തിന് മനസ്സില്ല. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് വെറും സാമ്പത്തിക കുറ്റകൃത്യമല്ല. ഇത് വിശ്വാസ സമൂഹത്തിന്റെയും നിയമത്തിന്റെയും ഭരണത്തിന്റെയും വിശ്വാസ്യതയുടെ ആഘാതം സൃഷ്ടിക്കുന്ന, മുറിപ്പെടുത്തുന്ന സംഭവമാണ്. CPM നേതാക്കളുടെ പേരുകൾ ഉയർന്നിട്ടും പിണറായി വിജയൻ നിശബ്ദനായി തുടർന്നാൽ അതൊരു തരം ഒളിച്ചോട്ടമാണ് സഖാവേ.